കേരളത്തിൻ്റെ പ്രവേശന കവാടങ്ങളിലൊന്ന് പാലക്കാട്. നമ്മുടെ ഈ പാലക്കാട് ഒരുപാട് സ്ഥലങ്ങൾ കാണാനായുണ്ട്. വളരെ പ്രശസ്തമായ ചില ടൂറിസ്റ്റ് സ്പോട്ടുകളുണ്ട്. എന്നാൽ ഭംഗിയുള്ള അധികം അറിയപ്പെടാത്ത സ്ഥലങ്ങളാണ് ഏറെയും. അധികം അറിയപ്പെടാത്ത 10 ലൊക്കേഷനുകൾ പരിചയപ്പെടുത്തുന്ന ഒരു വീഡിയോ ആണ് ഇന്നത്തേത്. കേരള തമിഴ്നാട് ബോർഡറിൽ സ്ഥിതി ചെയ്യുന്ന വാളയാറിൽ നിന്ന് പാലക്കാട് ടൗണിലേക്ക് പോകുന്ന വഴിയിലായാണ് കഞ്ചിക്കോട് എന്ന സ്ഥലമുള്ളത്. കഞ്ചിക്കോടുള്ള അതിമനോഹരമായൊരു വ്യൂ പോയിന്റിൽ നിന്നാവാം ഈ വീഡിയോ ഇവിടെ തുറന്നത്. കഞ്ചിക്കോട് മായപ്പള്ളം എന്ന സ്ഥലത്തുള്ള മഹാകാളി കോവിൽ. ചെറിയൊരു കുന്നിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന നാട്ടുംപുറത്തെ ഒരു കോവിൽ. കോവിലിനോട് ചേർന്നുള്ള ആൽത്തറയും ആ ആൽത്തറയ്ക്കരികിൽ ചെന്ന് നിന്നാൽ അനുഭവിക്കാൻ കഴിയുന്ന കാറ്റെല്ലാം ഇവിടെ ചെന്നാൽ ഒരാളെ കുറേ സമയം അവിടെ തന്നെ പിടിച്ചു നിർത്തും. ഒരു മലയുടെ മുകളിലായ കാരണം വെള്ളം കെട്ടി നിൽക്കുന്ന ചെറുതും വലുതുമായ കുറേ പാറമടകൾ അവിടെ കാണാൻ കഴിയുന്നുണ്ട്. മഴക്കാലം കഴിഞ്ഞിട്ടും അവിടെ നിറയെ വെള്ളമുണ്ട്. തൊട്ടടുത്തുള്ള വീടുകളിലുള്ളവരെല്ലാം കുളിക്കാനും മറ്റാവശ്യങ്ങൾക്കുമായി ഈ പാറമടയിലെ വെള്ളം ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ ഇതൊന്നുമല്ല ഈ സ്ഥലത്തിന്റെ പ്രത്യേകത. ഇതെല്ലാം ഒരു നാട്ടുമ്പുറത്ത് പോയാൽ സാധാരണയായി കാണാൻ കഴിയുന്ന കാഴ്ചകളാണ്. ഈ സ്ഥലത്തെ മറ്റു സ്ഥലങ്ങളിൽ നിന്ന് വ്യത്യസ്തപ്പെടുത്തുന്ന ഒരു കാഴ്ച ഇനി കാണാം. പശ്ചിമഘട്ട മലനിരകളും നെൽപ്പാടങ്ങളും അതിനിടയിലൂടെയുള്ള റെയിൽവേ ട്രാക്കും ആ റെയിൽവേ ട്രാക്കിലൂടെ ട്രെയിൻ കുതിച്ചു പായുന്ന ഈ ഒരു കാഴ്ച. ഇതാണ് ഈ വ്യൂ പോയിന്റിന്റെ പ്രത്യേകതയും. കോവിലിനടുത്ത് നിന്ന് കാണാൻ കഴിയുന്ന ഒരു കാഴ്ചയാണിത്. ഈ മലയുടെ മുകളിലേക്ക് ഇനിയും കയറാം, പക്ഷെ അത് ഫോറസ്റ്റ് ഏരിയ ആയ കാരണം അങ്ങോട്ട് പോവാതിരിക്കുന്നതാണ് നല്ലത്. ട്രെയിൻ കടന്നുപോയപ്പോൾ ഇനി ഇവിടെ എന്താണ് കാണാനുള്ളത് എന്ന് നോക്കിയപ്പോൾ കണ്ട മറ്റൊരു കാഴ്ചയാണത്. പാലക്കാടൻ ഗ്രാമക്കാഴ്ചകൾ ഉറപ്പായും ഇവിടെ വന്നാൽ കാണാൻ കഴിയും. മലമ്പുഴയ്ക്കടുത്തുള്ള ഒരിടമാണ് കൊട്ടേക്കാട്. ഇനി കൊട്ടേക്കാട് ആർക്ക് ബ്രിഡ്ജിലെ കാഴ്ചകളിലേക്ക് പോവാം. ട്രെയിൻ കടന്നു പോകാനായി നിർമ്മിച്ച പഴയൊരു ബ്രിട്ടീഷ് പാലം. ഇതുപോലുള്ള ബ്രിട്ടീഷ് പാലങ്ങൾ നമ്മുടെ പാലക്കാടിൽ കുറേ ഉണ്ടെങ്കിലും ബ്രിട്ടീഷുകാർ പോയതിന് ശേഷമാണ് പല പാലങ്ങളും പാലക്കാട് കെട്ടിയിരിക്കുന്നത്. ഇവിടെ വന്നാൽ പാലത്തിനടിയിലൂടെ ഇങ്ങനെ വെള്ളം ഒഴുകി പോകുന്നതും അങ്ങ് ദൂരെ ആ മലയിൽ തൊട്ടു തലോടി പോകുന്ന മേഘങ്ങളെയെല്ലാം കണ്ടുകൊണ്ടിരുന്നാൽ സമയം പോകുന്നതേ അറിയില്ല. പക്ഷേ ഈ സ്ഥലത്തിൻ്റെ ഭംഗി മുഴുവനായും ആസ്വദിക്കണമെങ്കിൽ പാലത്തിലൂടെ ട്രെയിൻ കടന്നു പോകുന്ന ഈ ഒരു കാഴ്ച കൂടി കാണണം. പാലക്കാടൻ ഗ്രാമഭംഗി ഒളിഞ്ഞിരിക്കുന്ന ഒരു നാടൻ കള്ളുഷാപ്പ്. അതായത് നെൽപ്പാടങ്ങൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന പഴയൊരു നാടൻ കള്ളുഷാപ്പ്. പാലക്കാട് ടൗണിനടുത്തുള്ള കൊടുമ്പ് ഓലശ്ശേരി ഭാഗത്തുള്ള ഒരു കള്ളുഷാപ്പാണത്. കാലം മാറുന്നതിനനുസരിച്ച് നമ്മുടെ നാട്ടിലെ കള്ളുഷാപ്പുകളും ചായക്കടകളെല്ലാം മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഇതുപോലുള്ള പഴയ നാട്ടുംപുറത്തെ കള്ളുഷാപ്പുകൾ കുറെ പഴയ മലയാളം സിനിമകളുടെ ഓർമ്മകളെല്ലാമാണ് മനസ്സിലേക്ക് കൊണ്ടുവരുന്നത്. പഴയ നാടൻ കള്ളുഷാപ്പിലെ കാഴ്ചകൾ കാണാൻ ആഗ്രഹമുള്ളവർക്ക് ഈ ഒരു സ്ഥലം ഉറപ്പായും പരിഗണിക്കാം. പ്രശസ്തിയുടെ കൊടുമുടിയിൽ നിൽക്കുന്ന പാലക്കാട്ടെ ഒരു സ്ഥലമാണ് ഇന്ന് കൊല്ലങ്കോട്. ഇന്ത്യയിലെ മനോഹരമായ ഗ്രാമങ്ങളിലൊന്നായി കൊല്ലങ്കോടിനെ ആൾക്കാർ ഏറ്റെടുത്തു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ കൊല്ലങ്കോടിലെ മനോഹരമായ സ്ഥലങ്ങളിലെല്ലാം ഇന്ന് സഞ്ചാരികളുടെ വൻ തിരക്കാണ്. കൊല്ലങ്കോട്ടെ മനോഹരമായ സ്ഥലങ്ങൾ കാണാനായി പോകുന്നവർക്ക് പരിഗണിക്കാൻ പറ്റിയൊരു സ്ഥലമാണ് ഇനി പരിചയപ്പെടുത്താൻ പോകുന്നത്. മുതലമട ചുള്ളിയാർ ഡാമിനടുത്തായുള്ള വെള്ളാരം കടവ് എന്ന ഒട്ടും പ്രശസ്തമല്ലാത്തൊരു സ്ഥലം. ഇവിടെ മുഴുവൻ മാംഗോ ഫാമുകളാണ്. മാമ്പഴത്തിന് പ്രശസ്തമായൊരു സ്ഥലം കൂടിയാണ് മുതലമട. ആ ഫാമുകളുടെ അടുത്തായെല്ലാം ഇതുപോലുള്ള കുടിലുകൾ കാണാൻ കഴിയും. ഒരു മലയോര പ്രദേശമാണ് ഈ സ്ഥലം. തമിഴ്നാടിനോട് ചേർന്നിരിക്കുന്ന ഒരു സ്ഥലമായത് കാരണം തമിഴ്നാട്ടിലെത്തിയൊരു പ്രതീതിയാണ് ഇവിടെ നിൽക്കുമ്പോൾ കിട്ടുന്നത്. ഇവിടെ പലയിടങ്ങളിലായി ഓലമേഞ്ഞ വെയിറ്റിംഗ് ഷെഡുകളും വീടുകളെല്ലാം നിറയെ കാണാൻ കഴിയുന്നുണ്ട്. ഈ കാണുന്ന വഴിയിലൂടെ മുന്നോട്ട് പോയാൽ ചുള്ളിയാർ ഡാമിന്റെ നല്ലൊരു ഏരിയൽ വ്യൂ ഇവിടെ നിന്ന് കാണാൻ കഴിയും. ഇപ്പൊ വെള്ളം ഇവിടെ കുറച്ച് കുറവാണ്. മഴക്കാലത്ത് വന്നാലാണ് ഈ സ്ഥലം കാണാൻ കുറച്ചുകൂടി ഭംഗി. ഒരിളം ചൂടുള്ള സമയത്താണ് ഞാനിവിടെ വന്നത്. അതുകൊണ്ട് തന്നെ കാറ്റും കൊണ്ടിരുന്ന ഒരുപാട് സമയം ഇവിടെ ചെലവഴിച്ചു. കൊല്ലങ്കോട്ടേക്കോ അല്ലെങ്കിൽ പാലക്കാടിന്റെ ഭംഗി തേടി വരുന്നവർക്കെല്ലാം ഈ വെള്ളാരം കടവും പരിഗണിക്കാം. വെള്ളാരം കടവിനടുത്ത്
മുതലമടയിൽ സ്ഥിതി ചെയ്യുന്ന മറ്റൊരു മനോഹരമായ സ്ഥലമാണ് മീങ്കര ഡാം. പ്രശസ്തമായ മുതലമട റെയിൽവേ സ്റ്റേഷന് വളരെ അടുത്താണ് ഈ സ്ഥലം. മുതലമട റെയിൽവേ സ്റ്റേഷനിലേക്ക് അധികം സഞ്ചാരികളെ കടത്തിവിടുന്നില്ല എന്നാണ് കേട്ടത്. അതുകൊണ്ട് അവിടെ വരുന്നവർ ഒരിക്കലും നിരാശപ്പെടേണ്ട. സ്റ്റേഷന്റെ അടുത്തായി തന്നെയാണ് മീങ്കര ഡാം ഉള്ളത്. രാവിലെ ഒരു 7 മണിക്കെല്ലാം ഇവിടെ എത്താൻ ശ്രമിക്കുക, അല്ലെങ്കിൽ വൈകുന്നേരം 5 മണിക്ക് ശേഷം ഇവിടെ വരാൻ ശ്രമിക്കുക. ഈ സമയങ്ങളാണ് ഇവിടെ വരാൻ ഏറ്റവും നല്ലത്. 10 മണി തൊട്ട് വൈകിട്ട് 4 മണി വരെയെല്ലാം ഇവിടെ നല്ല വെയിലായിരിക്കും. ഇതുപോലെ മീൻ പിടിക്കുന്ന കാഴ്ചകളെല്ലാം കാണാനാണ് രാവിലെ നേരത്തെ തന്നെ ഇവിടെ എത്തണം. മീങ്കര ഡാമും ആദ്യം കാണിച്ച വാളയാർ ഡാം പോലെ കേരള തമിഴ്നാട് ബോർഡറിനടുത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു ഡാമാണ്. അത് കാരണം ഇവിടെ കണ്ടുമുട്ടിയ കുറേ പേർ തമിഴിലാണ് സംസാരിക്കുന്നത്. വളരെ വേഗത്തിലാണ് ആ വഞ്ചി തുഴഞ്ഞവർ പോകുന്നത്. ഇതുപോലെ ഡാമിൻ്റെ പല ഭാഗങ്ങളിലായി മീൻ പിടിക്കാനായി വഞ്ചിയായി പോകുന്നവരെ കാണാൻ കഴിയും. ഇതൊരു ഷൂട്ടിംഗ് ലൊക്കേഷൻ കൂടിയാണ്. കുറേ സിനിമകൾ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. തിരക്ക് പിടിച്ച ഡാമുകളിൽ നിന്ന് വ്യത്യസ്തമായ കാഴ്ച സമ്മാനിക്കുന്ന ഒരു ഡാമാണ് മീങ്കര ഡാം. പക്ഷേ ഇവിടെ എത്തുന്നവർ വെള്ളത്തിലിറങ്ങാനൊന്നും നിൽക്കരുത്. കാരണം എന്തെങ്കിലും പറ്റിയാൽ രക്ഷിക്കാൻ പോലും ഈ ചുറ്റുവട്ടത്താരെയും കാണാൻ കഴിയില്ല. വൈകുന്നേരം സൺസെറ്റിന്റെ സമയത്തും ഈ സ്ഥലം അതിമനോഹരമായിരിക്കും. ട്രക്കിംഗ് എല്ലാം ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയൊരു സ്ഥലമാണ് അടുത്തത്. പല്ലശ്ശേനയിലുള്ള വാമല. വാമല എന്ന് കേൾക്കുമ്പോൾ തന്നെ മലയാളികൾക്കെല്ലാം ഓർമ്മ വരുന്നത് പല്ലാവൂരിലുള്ള മുരുകൻ ക്ഷേത്രമായിരിക്കും. ഒരുപാട് സിനിമകളിൽ ലൊക്കേഷനായിട്ടുള്ളൊരു സ്ഥലമാണത്. പക്ഷെ ഇത് വേറൊരു വാമലയാണ്. അത്യാവശ്യം മുകളിലേക്ക് കയറാനുമുണ്ട്. ചെറിയൊരു കയറ്റമല്ല, ഏകദേശം 15-20 മിനിറ്റ് എടുത്തു കയറി മുകളിലെത്താൻ. നന്നായി കയറാനുള്ളത് കൊണ്ട് എല്ലാവർക്കും കയറാൻ പറ്റിയൊരു സ്ഥലമല്ലാതെ. മുകളിലായി ഒരു അയ്യപ്പൻ കാവുണ്ട്. വർഷത്തിൽ ഒരു ദിവസം മാത്രമാണ് ഈ അയ്യപ്പൻ കാവ് തുറക്കാറ്. അന്നാണ് ഇവിടുത്തെ ഉത്സവവും. ഈ മലയുടെ പല ഭാഗങ്ങളിലായി ഇതുപോലെ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട്. കാണുമ്പോൾ അത്യാവശ്യം നല്ല ആഴമുള്ള പോലെയാണ് തോന്നുന്നത്. സാധാരണ നമ്മൾ ട്രക്ക് ചെയ്ത ഒരു സ്ഥലത്ത് കയറി പോകുന്നത് അതിന് മുകളിൽ നിന്ന് കാണുന്ന കാഴ്ചകൾ കാണാനായിട്ടാണ്. ഈ പല്ലശ്ശേന വാമലയും അതിഗംഭീരമായൊരു വ്യൂ പോയിന്റാണ്. ഇവിടെ കയറി നിന്ന് താഴെയുള്ള നെൽപ്പാടങ്ങളുടെ കാഴ്ച കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. കൊല്ലങ്കോടിനടുത്തുള്ളൊരു സ്ഥലമായതുകൊണ്ട് കൊല്ലങ്കോട് കാണാൻ വരുന്നവർക്ക് പരിഗണിക്കാൻ പറ്റിയൊരു സ്ഥലം കൂടിയാണത്. പക്ഷേ ട്രക്കിംഗ് ഇഷ്ടപ്പെടുന്നവർക്ക് ഈ സ്ഥലവും ഇഷ്ടപ്പെടും. പാലക്കാടുള്ള ചരിത്രമുറങ്ങുന്ന ഒരിടമാണ് ഇനി പരിചയപ്പെടുത്താൻ പോകുന്നത്. അധികം ആരും അറിയപ്പെടാതെ ഒളിഞ്ഞിരിക്കുന്ന പഴയൊരു കെട്ടിടം. ആ കെട്ടിടത്തിന് 100 വർഷത്തെ കഥകൾ പറയാനുണ്ട്. അത് കാണാനായി നെന്മാറയ്ക്കടുത്തുള്ള ഐലമുടിച്ച് മലയുടെ താഴ്വാരത്തുള്ള അയിലൂരിലേക്ക് പോവാം. ഇതാണ് അയിലൂർ പുഴ. അയിലൂർ പുഴയ്ക്കടുത്തായി തലവട്ടാമ്പാറയിൽ അയിലൂർ SM ഹയർ സെക്കൻഡറി സ്കൂളിനടുത്തായി ഒരു പഴയ കെട്ടിടമുണ്ട്. ഈ കാണുന്ന അയിലൂർ യൂണിയൻ വായനശാല. കേരളത്തിലെ പഴയ വായനശാലകളുടെ കണക്കെടുത്താൽ തലവട്ടാമ്പാറയിൽ തല ഉയർത്തി നിൽക്കുന്ന അയിലൂരിലെ ഈ വായനശാലയും ഉറപ്പായും കാണും. 122 വർഷം പഴക്കമുള്ള പഴയൊരു വായനശാലയാണത്. ചുണ്ണാമ്പും പച്ചിലകളും മണ്ണും ഉപയോഗിച്ച് നിർമ്മിച്ച പഴയൊരു കെട്ടിടം. 1970 കേരളത്തിലെ ഏറ്റവും നല്ല ഗ്രന്ഥശാലയ്ക്കുള്ള അവാർഡും ഈ വായനശാലയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ വായനശാലയുടെ കീഴിൽ നാടക ട്രൂപ്പും വോളിബോൾ ടീമെല്ലാം ഉണ്ട്. പണ്ടിവിടെ ശിവരാത്രി പോലുള്ള വിശേഷ ദിവസങ്ങളിൽ രാത്രി സമയങ്ങളിൽ നാടകം അരങ്ങേറിയിരുന്നു. പിന്നീട് റേഡിയോ വന്നപ്പോൾ മുകളിലത്തെ ഭാഗം ഒരു റേഡിയോ റൂമായി മാറി. ഇന്ന് ഏകദേശം 17,000 പുസ്തകങ്ങൾ ഇവിടെയുണ്ട്. പഴമയെ ഇഷ്ടപ്പെടുന്നവർ ഉറപ്പായും വന്ന് കാണേണ്ട ഒരു വായനശാല തന്നെയാണത്. തികച്ചും ഒരു നാട്ടിൻപുറമാണ് അയിലൂർ. അതുകൊണ്ട് തന്നെ മനോഹരമായ കുറേയേറെ സ്ഥലങ്ങൾ ഇവിടെയുണ്ട്. ഞാൻ എന്ന് അയിലൂരിൽ പോയാലും സമയം ചിലവഴിക്കുന്ന ഒരിടമുണ്ട്. അയിലൂർ പടിഞ്ഞാത്തറയിൽ നിന്ന് കാരക്കാട്ട് പറമ്പിലേക്ക് പോകുന്ന വഴി. 2 ഭാഗത്തും നെൽപ്പാടങ്ങൾക്കിടയിലൂടെയുള്ള ചെറിയൊരു റോഡ്. വെറുതെ ആ വഴിയിലൂടെ നടന്നാൽ തന്നെ മനസ്സിന് ഒരുപാട് സന്തോഷം കിട്ടാറുണ്ട്. വൈകുന്നേരങ്ങളിലെല്ലാം കാറ്റും കൊണ്ടിരിക്കാൻ പറ്റിയൊരിടമാണത്. പണ്ടിവിടെ റോഡൊന്നും ഇല്ലായിരുന്നു. പാടങ്ങൾക്കിടയിലൂടെ നടന്നു വേണം അപ്പുറത്തേക്ക് എത്താൻ. ഈ അടുത്ത കാലത്താണ് റോഡ് പണി കഴിപ്പിച്ചിരിക്കുന്നത്. റോഡ് വന്നാലും ഈ സ്ഥലത്തിന്റെ ഭംഗിക്ക് ഒരു കുറവില്ല. അയിലൂരുകാരുടെ മാത്രം ഒരു സ്വകാര്യ അഹങ്കാരമാണ് ഈ സ്ഥലമെല്ലാം. കാരണം പാലക്കാട് ജില്ലയിലുള്ള പലർക്കും അയിലൂർ എന്ന ഈ മനോഹരമായ സ്ഥലത്തെക്കുറിച്ച് അറിയില്ല എന്നതാണ് വാസ്തവം. അയിലൂരിനടുത്തുള്ള വണ്ടാഴി മംഗലം ഡാം ഭാഗത്തുള്ള
കുറച്ച് കാഴ്ചകളാണ് ഇനി ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മംഗലം ഡാമിൽ നിന്ന് കുറച്ചുകൂടി മുന്നോട്ട് വന്നാൽ കടപ്പാറ എന്നൊരു സ്ഥലത്തെത്തും. അവിടെയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. കടപ്പാറ ജംഗ്ഷനിലൊരു പാലമുണ്ട്. ആ പാലത്തിന് മുകളിൽ നിന്ന് കാണുന്ന കാഴ്ചയാണത്. നല്ല മഴ പെയ്യുന്ന സമയത്താണ് ഞാൻ അവിടെ പോരുന്നത്. അതുകൊണ്ടാണ് അവിടെ ഇത്രയും വെള്ളം. ഒരുപക്ഷെ ഈ ഡിസംബർ ജാനുവരിയിലെല്ലാം പോയാൽ ഇത്ര വെള്ളം അവിടെ കാണില്ല. ആ ജംഗ്ഷനിൽ നിന്ന് കുറച്ചു ദൂരം കൂടി മുന്നോട്ട് വരാനുണ്ട്. ഉയരത്തിൽ നിന്ന് വീഴുന്ന വളരെ വലിയൊരു വെള്ളച്ചാട്ടമാണ് അവിടെയുള്ളത്. നല്ല തണുപ്പുള്ള തെളിഞ്ഞ വെള്ളം. വരുന്ന വഴിയിൽ കുറച്ചു ദൂരം വീട് കാണും. അത് കഴിഞ്ഞാൽ മുഴുവൻ കാടാണ്. വർഷങ്ങൾക്ക് മുമ്പ് ആ ജംഗ്ഷനിൽ നിന്നും ഇതുവരെ ട്രെക്ക് ചെയ്തായിരുന്നു വരേണ്ടിയിരുന്നത്. ഇപ്പം ഏകദേശം വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് വരെ റോഡുണ്ട്. വെള്ളം ഒരുപാട് കൂടുതലാണെങ്കിൽ കുറച്ച് അപകടം പിടിച്ചൊരു വെള്ളച്ചാട്ടമാണത്. മംഗലം ഡാം തൊട്ട് കടപ്പാറ വരെയുള്ള ഡ്രൈവിനിടയിൽ ഇതുപോലെ മനോഹരമായ കുറേ സ്ഥലങ്ങളുണ്ട്. കടപ്പാറ ഒരു മലയോര പ്രദേശമായ കാരണം വ്യത്യസ്തമായ കുറേ കാഴ്ചകളാണ് ഇവിടെ കാണാൻ കഴിയുക. ഇന്ന് കടപ്പാറ വെള്ളച്ചാട്ടം തേടി ഒരുപാട് പേര് ഇവിടെ എത്തിപ്പെടുന്നുണ്ട്. കുത്തി ഒലിച്ചു പോകുന്ന വെള്ളത്തിന് മുകളിലൂടെ ഒരു ബാംബു ബ്രിഡ്ജ്. അട്ടപ്പാടിയിലെല്ലാമാണ് ഇതുപോലുള്ള കാഴ്ചകൾ കുറെ കണ്ടിരിക്കുന്നത്. കടപ്പാറയിലേക്കുള്ള ഡ്രൈവിനിടയിൽ അപ്രതീക്ഷിതമായി കണ്ടൊരു സ്ഥലമായിരുന്നത്. ഈ വെള്ളമെല്ലാം ഒഴുകിയെത്തുന്നത് മംഗലം ഡാമിലാണ്. കടപ്പാറയ്ക്ക് പോകുന്ന വഴിയിലുള്ള മംഗലം ഡാമിൻ്റെ ഒരു വ്യൂ പോയിന്റാണത്. മംഗലം ഡാം ടിക്കറ്റ് എടുത്ത് കയറിയ കാണുന്നതിലും വെച്ച് വ്യത്യസ്തമായൊരു കാഴ്ചയാണ് ഈ വഴിയിലൂടെ വന്നാൽ കാണാൻ കഴിയുക. ഇവിടെ ടിക്കറ്റ് ഒന്നും എടുക്കണ്ട, ഇവിടെ ഫ്രീ ആയി നിന്ന് ഡാം കാണാം. കൂടുതലും മഴക്കാലങ്ങളിലാണ് ഞാൻ ഈ വഴിയിലൂടെ എല്ലാം യാത്ര ചെയ്തിരിക്കുന്നത്. മഴക്കാലത്താണ് ഈ വഴിയുടെ ഭംഗി നന്നായി അറിയാൻ കഴിയുക. മംഗലം ഡാം കാണാനായി വരുന്നവർ ഈ സ്ഥലവും ഒരിക്കലും മിസ് ചെയ്യരുത്. അടുത്തത് ഒറ്റപ്പാലത്തെ ഒരു സിനിമാ ഷൂട്ടിംഗ് ലൊക്കേഷനാണ്. കീഴൂർ അക്വാഡക്ട് പാലം. മലനിരകൾക്കും കൃഷിയിടങ്ങൾക്കും ഇടയിലായുള്ള ഒരു അക്വാഡക്ട് പാലം. ഒരുപാട് സൂപ്പർ ഹിറ്റ് സിനിമകളാണ് ഇവിടെ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ആറാം തമ്പുരാൻ, ദാദാ സാഹിബ്, ഈ പുഴയും കടന്ന്, അങ്ങനെ ഒട്ടനവധി സിനിമകൾ. ഒരു വീക്കെൻഡാണ് അവിടെ പോയത്. നല്ല തിരക്ക് പ്രതീക്ഷിച്ചാണ് അവിടെ എത്തിയെങ്കിലും ആ സ്ഥലം എന്നെ അതിശയപ്പെടുത്തി. അവിടെ ടൂറിസ്റ്റുകൾ ആരും ഇല്ലായിരുന്നു. ഇടയ്ക്ക് ആ പാലത്തിലൂടെ കടന്നു പോകുന്ന നാട്ടുകാർ മാത്രം. പാലത്തിന്റെ മുകളിൽ നിന്ന് കൃഷിയിടങ്ങൾക്കിടയിലായി ചെറിയൊരു കുളം കാണുന്നുണ്ട്. ഈ കുളത്തിന്റെ ഫോട്ടോസ് എല്ലാം സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. ആ കൃഷിയിടങ്ങളിലേക്ക് നോക്കി നിൽക്കുമ്പോഴായിരുന്നു പീലി വിടർത്തി നിൽക്കുന്ന ഒരു മയിലിനെ കാണാൻ കഴിഞ്ഞത്. പാലക്കാട് ജില്ലയിൽ ഒരു മയിലിനെ കാണുന്നത് അത്ര അതിശയപ്പെടുത്തുന്ന കാര്യമൊന്നുമല്ല. പക്ഷെ ഇങ്ങനെ പീലി വിടർത്തി നിൽക്കുന്നത് ആദ്യമായാണ് ജീവിതത്തിൽ കാണുന്നത്. ചുറ്റും മലനിരകളാണ്. ഈ സ്ഥലത്തിനടുത്തായാണ് പ്രശസ്തമായ അനങ്ങന്മല എക്കോ ടൂറിസം ഉള്ളത്. പാലത്തിനടുത്തായി കുളം മാത്രമല്ല, നല്ലൊരു അരുവി കൂടി പാലത്തിനടിയിലൂടെ ഒഴുകി പോകുന്നുണ്ട്. ബഹളങ്ങളൊന്നുമില്ലാത്ത പാലക്കാടിലെ ഒറ്റപ്പാലത്തുള്ള അതിമനോഹരമായൊരു സ്ഥലമാണ് കീഴൂർ അക്വാഡക്ട് പാലം. കുളവും അരുവിയും കൃഷിയിടങ്ങളും മലനിരകളെല്ലാമായിട്ടുള്ള നല്ലൊരു സ്ഥലം. ഒറ്റപ്പാലം എക്സ്പ്ലോർ ചെയ്യുന്നവർ ഉറപ്പായും പരിഗണിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണത്. പാലക്കാട് എല്ലാം ഉണ്ട്, പക്ഷെ ഒരു ബീച്ചില്ല എന്ന പരിഭവം എല്ലാവരും പറയാറുണ്ട്. ആ പരിഭവം തീർക്കാനായി പ്രകൃതി കനിഞ്ഞു നൽകിയ ഒരു ബീച്ചുണ്ട് നമ്മുടെ പാലക്കാട്. മണ്ണാർക്കാടുള്ള തത്തേങ്കലം മിനി ബീച്ച് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു പാലക്കാട്ടെ മനോഹരമായ മറ്റൊരു സ്ഥലം. പണ്ടുണ്ടായ ഒരു വെള്ളപ്പൊക്കത്തിൽ പുഴ മാറി ഒഴുകുകയും മലമുകളിൽ നിന്ന് ശക്തമായി ഒഴുകി വന്ന വെള്ളം കുറെ ഉരുളൻ കല്ലുകളെല്ലാം ഇവിടെ കൊണ്ടിട്ടു. ആ ഒരു വെള്ളപ്പൊക്കം കാരണം ഒരു ബീച്ചിന്റെ അന്തരീക്ഷം ഇവിടെ ഉണ്ടായി മാറുകയായിരുന്നു. ഇവിടുത്തെ മണലിനും ഒരു പ്രത്യേകതയുണ്ട്. ബീച്ച് സൈഡിലെല്ലാം കണ്ടുവരുന്ന രീതിയിലുള്ള മണലാണ് ഇവിടെ കൂടുതലും കാണാൻ കഴിയുക. വ്യത്യസ്തമായ സ്ഥലങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് ഉറപ്പായും പരിഗണിക്കാൻ പറ്റിയൊരു സ്ഥലമാണിത്. ഇവിടെ എത്തിയപ്പോൾ ഒരു ബീച്ച് പോലെയല്ല എനിക്ക് തോന്നിയത്. പകരം ഹിമാചലിലുള്ള പല നദികളാണ് മനസ്സിലേക്ക് ഓർമ്മ വന്നത്. ഇവിടുത്തെ വെയിൽ ഒഴിവാക്കിയാൽ അവിടെ എത്തിയൊരു പ്രതീതി ഇവിടെ നിൽക്കുമ്പോൾ തോന്നിയിരുന്നു. തികച്ചും ഒരു ഗ്രാമപ്രദേശത്തിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. വളരെ ചെറിയൊരു റോഡാണ് ഇങ്ങോട്ടുള്ളത്. അത്യാവശ്യം നല്ല തിരക്കുള്ളൊരു സ്ഥലമായിരുന്നത്. പക്ഷെ ഞാൻ പോയപ്പോൾ ഇവിടെ വേറെ ആരും ഉണ്ടായിരുന്നില്ല. നല്ല വെയിലുള്ള സമയത്താണ് പോയത്. ചിലപ്പോൾ അതാവാം ഒരു കാരണം. എന്തായാലും പാലക്കാട്ടെ സ്ഥലങ്ങൾ തേടി ഇറങ്ങുന്നവർക്ക് വ്യത്യസ്തമായ ഒരു കാഴ്ച ഈ സ്ഥലം ഉറപ്പായും സമ്മാനിക്കും. പാലക്കാടുള്ള 10 ഓഫ് ബീറ്റ് ലൊക്കേഷൻസ് ആണ് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തിയത്. 10 അല്ല 100 അല്ല, ഒന്ന് ഇറങ്ങി തിരിച്ചാൽ 1000-ലധികം സ്ഥലങ്ങൾ ഈ പാലക്കാട് ജില്ലയിൽ കണ്ടെത്താൻ കഴിയും. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. പുതിയൊരു വീഡിയോ ആയി വീണ്ടും വരാം.